പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 24 മുതൽ 33 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് യേശു തന്റെ ശിഷ്യന്മാരോട് അരുളിച്ചെയ്തു, ശിഷ്യൻ ഗുരുവിനേക്കാൾ വലിയവനല്ല, ഭൃത്യൻ യജമാനനേക്കാൾ വലിയവനല്ല. ശിഷ്യൻ ഗുരുവിനെ പോലെയും ഭൃത്യൻ യജമാനനെ പോലെയും ആയാൽ മതി. ഗൃഹനാഥനെ അവർ വെൽസെബൂൾ എന്ന് വിളിച്ചുവെങ്കിൽ അവന്റെ കുടുംബാംഗങ്ങളെ എന്ത് തന്നെ വിളിക്കുകയില്ല. നിങ്ങൾ അവരെ ഭയപ്പെടേണ്ട. എന്തെന്നാൽ മറഞ്ഞിരിക്കുന്നതൊന്നും വെളിപ്പെടാതിരിക്കുകയില്ല, ആഗൂഢമായിരിക്കുന്നതൊന്നും അറിയപ്പെടാതിരിക്കുകയുമില്ല. അന്ധകാരത്തിൽ നിങ്ങളോട് ഞാൻ പറയുന്നവ പ്രകാശത്തിൽ പറയുവിൻ. ആത്മാവിനെ കൊല്ലാൻ കഴിവില്ലാതിരിക്കുകയും ചെയ്യുന്നവരെ നിങ്ങൾ ഭയപ്പെടേണ്ട, മറിച്ച് ആത്മാവിനെയും ശരീരത്തെയും നരകത്തിന് ഇരയാക്കാൻ കഴിവുള്ളവനെ ഭയപ്പെടുവിൻ. ഒരു നാണയത്തുട്ടിന് 2 കുരുവികൾ വിൽക്കപ്പെടുന്നില്ലേ? നിങ്ങളുടെ പിതാവിന്റെ അറിവ് കൂടാതെ അവയിലൊന്നു പോലും നിലം പതിക്കുകയില്ല. നിങ്ങളുടെ തലയിലെ ഓരോ മുടിയിലും എണ്ണപ്പെട്ടിരിക്കുന്നു. അതിനാൽ ഭയപ്പെടേണ്ട. നിങ്ങൾ അനേകം കുരുവികളേക്കാൾ വിലയുള്ളവരാണല്ലോ. മനുഷ്യരുടെ മുൻപിൽ എന്നെ ഏച്ചു പറയുന്നവനെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ മുൻപിൽ ഞാനും ഏച്ചു പറയും. മനുഷ്യരുടെ മുൻപിൽ എന്നെ തള്ളിപ്പറയുന്നവനെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ മുൻപിൽ ഞാനും തള്ളിപ്പറയും. ഈ വചനഭാഗത്തിലൂടെ യേശു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നാം ആകുലരാകണ്ടെന്നും നാം ദൈവരാജ്യം പ്രഘോഷിക്കണമെന്നും യേശുവിനെ കുറിച്ച് അനേകർക്ക് പറഞ്ഞു കൊടുക്കണമെന്നും അങ്ങനെയാകുമ്പോൾ യേശു പിതാവിന്റെ മുൻപിൽ നമ്മെക്കുറിച്ചും പറയും. യേശുവിന് സാക്ഷികളായിട്ട് ജീവിക്കാം. എപ്പോഴും പ്രകാശത്തിലായിരിക്കാം. അന്ധകാരത്തിന്റെ വഴികൾ വിട്ടുകൊണ്ട് പ്രകാശമാകുന്ന യേശുവിനെ സ്വീകരിക്കാം. അങ്ങനെ മാതൃക നിറഞ്ഞ ജീവിതം നയിക്കാം. അതിനായിട്ടുള്ള കൃപാവരങ്ങൾ പിതാവായ ദൈവം നമ്മൾക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.